ഗാലക്സി സെറ്റ് ഫോൾഡ് 7 സാംസങ്ങിന്റെ സെറ്റ് സീരീസിലെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് ആണ്. അൺബോക്സ് ചെയ്താലോ? സെറ്റ് ഫോൾഡ് 7 കുറിച്ച് സാംസങ് എന്താണ് പറയുന്നത് വെച്ചാൽ അവരുടെ മറ്റ് സീരീസിനെക്കാട്ടി തിന്നസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് സാംസങ് സെറ്റ് ഫോൾഡ് 7 എന്നാണ്. അതിന്റെ കാരണമുണ്ട്, വേറൊന്നുമല്ല, ഈ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് 4.2 mm തിക്നെസ് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 8.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ S25 അൾട്ര പോലും 8.2 mm തിക്നെസ് ഉണ്ടെന്ന് ഓർത്തോളാം. ലൈറ്റസ്റ്റും തിന്നസ്റ്റും മാത്രമല്ല, S25 അൾട്രയെ കാട്ടി ഇതിന് വെയിറ്റും കുറവാണ്. 250 gram മാത്രമേ വെയിറ്റ് വരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പഴയ സീരീസിനെ കാട്ടി ഔട്ടർ ഡിസ്പ്ലേയുടെ വിഡ്ത്ത് കൂട്ടിയിട്ടുണ്ട്, 6.4 ഇഞ്ച് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഗൊറില്ല സെറാമിക് C2 എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ ആണ് ഈ പ്രാവശ്യം ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തേക്കുന്നത്. മെയിൻ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ച് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസറായ കോൾകോം സ്നാപ്ഡ്രാഗൺ 888 പ്രോസറാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ 200 MP S25 അൾട്രയിൽ വരുന്ന എക്സാക്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ സീരീസ് ഉണ്ടായിരുന്ന അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഒഴിവാക്കിയിട്ട് 10 MB പുതിയ ക്യാമറയാണ് പുതിയ സീരീസിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ഫോൾഡ് സീരീസ് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലൂ, അതുപോലെ സിൽവർ, പിന്നെ ജെറ്റ് ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു 3 കളറിൽ വരുന്ന ഫോൾഡ് സീരീസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ UAയിലുള്ള ഹാപ്പി ബേബിയുടെ എല്ലാ മേജർ സ്റ്റോഴ്സിലും ഈ ഒരു സെറ്റ് ഫോൾഡ് സീരീസിന്റെ ഡെമോ അവൈലബിൾ ആണ്. അല്ല, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ